ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യക്കുള്ളിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലഡാക്ക് ഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങാം. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ജെൻ സി പ്രൊട്ടസ്റ്റ്, അതായത് പുതിയ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊട്ടസ്റ്റ് നേപ്പാളിൽ നടന്നതുപോലെയുള്ള ഒരു സംഭവമായിട്ടാണ് ഉപമിച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ ഒട്ടാകെ ഈ ഒരു പ്രൊട്ടസ്റ്റ് അങ്ങ് അലയടിച്ച് വ്യാപിക്കും എന്നുള്ള രീതിയിലുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഷയം എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് അനലൈസ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് ഞാൻ നിങ്ങളടുത്ത് പങ്കുവയ്ക്കാം. പക്ഷേ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. നമ്മൾ പൊളിറ്റിക്സ് ഈ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുള്ള എന്താണ് സംഭവിച്ചത്, ഫാക്ട് എന്താണ്, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, ആരുടെയൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഈ പ്രൊട്ടസ്റ്റിന് തുടക്കം കുറിച്ച ആ ഒരു വ്യക്തി എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു എന്നുള്ള വിവരങ്ങൾ മാത്രം ഞാൻ ഇവിടെ പങ്കുവയ്ക്കാം. തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ ഫൂട്ടേജസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലഡാക്കിലുള്ള ദൃശ്യങ്ങളാണിത്. ലഡാക്ക് ഇങ്ങനെ ഇന്ന് കത്തിയമരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ ഈ ലഡാക്കിന് സംഭവിച്ചത് എന്താണ്? ഇത്രയും ശാന്തമായ ഒരു പ്രദേശം, ഇത്രയും നാളും അങ്ങനെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊന്നും സംഭവിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു പ്രദേശം. ജമ്മു കാശ്മീർ റീജിയനിൽ 2019 ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടാണ് ഈ ലഡാക്ക്, ജമ്മു, അതേപോലെ കശ്മീർ വാലി, ഇത് മൂന്നും ഇങ്ങനെ 3 യൂണിയൻ ടെറിട്ടറികളായിട്ടാണ് വേർതിരിച്ചിരുന്നത്. അപ്പോൾ അതിലിപ്പം ജമ്മു കാശ്മീരിന് ഇപ്പം എന്തായാലും അവിടെ ഇലക്ഷനൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ മുന്നോട്ട് മാറി വന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു മാസം കൊണ്ട് ഒരു വ്യക്തി ഈ ലഡാക്ക് ഭാഗത്തിന് സ്റ്റേറ്റ് ഹുഡ് തിരിച്ചു വേണം, ഒരു സംസ്ഥാനമായിട്ടുള്ള സംസ്ഥാന പദവി ഞങ്ങൾക്ക് തിരികെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസമായിട്ട് ഒരു വ്യക്തി സമരം ചെയ്യുകയാണ്. അപ്പോൾ ഈ സമരം ചെയ്യുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു രീതിയിലുള്ള റെസ്പോൺസും അയാൾക്ക് കൊടുത്തില്ല. അത് ഒന്നാമത്തെ കാര്യം. എവിടെയൊക്കെയാണ് പാളിച്ചകൾ സംഭവിച്ചത് എന്നുള്ളതും നിങ്ങൾ ഇതിനകത്ത് നോട്ട് ചെയ്ത് പോകേണ്ടതുണ്ട്. BJPയുടെ ഗവൺമെന്റാണ് ലഡാക്കിൽ. അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിലും ഇന്നലെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഉത്തരാഖണ്ഡ് പ്രശ്നവും ലഡാക്ക് പ്രശ്നവും വേറെ വേറെയാണ്. പൊതുവിൽ അറിയപ്പെടുന്നത് ലഡാക്കിലൊരു പ്രശ്നമുണ്ടായി, അത് ഉത്തരാഖണ്ഡിലേക്ക് വ്യാപിച്ചു, ഇനി ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ പടർന്ന് പന്തലിക്കുമെന്നാണ് പൊതുവിൽ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ആക്ച്വൽ പിക്ചർ അങ്ങനെയല്ല. ഉത്തരാഖണ്ഡിലെ വിഷയം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ ചോർന്നതിനെ ചൊല്ലിയുള്ള പ്രശ്നമാണ് ഉത്തരാഖണ്ഡിൽ നടന്നത്. അത് ടോട്ടലി ലഡാക്കിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ്. ഉത്തരാഖണ്ഡ് ഈ രീതി ലഡാക്കിനെ പോലെ അത്തരം ഭീകരമായ അവസ്ഥയിൽ കത്തിയമരുന്നില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. BJP സർക്കാർ തന്നെയാണ് ഉത്തരാഖണ്ഡിലും ഉള്ളത്. അപ്പോൾ ലഡാക്കിന്റെ ഉള്ളിൽ BJPയുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് സ്ഥലങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നു, അതേപോലെ വാഹനങ്ങളൊക്കെ തീക്കിരയാക്കപ്പെടുന്നു, അതേപോലെ തന്നെ 4 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും ലഡാക്കിൽ നടന്ന കലാപം. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടല്ലോ, ഈ പിക്ചറിലൊക്കെ കണ്ടല്ലോ, അവിടെയൊക്കെ കത്തിയമരുന്നുണ്ട്. ഈ യങ്സ്റ്റേഴ്സ്, ജെൻസി പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവർ ജെൻസികളല്ല, ഇവർ ശരിക്കും പറഞ്ഞാൽ മോഷണം നടത്തുന്ന മോഷ്ടാക്കളാണ് ഇവർ. അല്ലാതെ ജെൻസി പ്രൊട്ടസ്റ്റിനെതിരെ വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ജെൻസി പ്രൊട്ടസ്റ്റിന് ഇവർ ജസ്റ്റ് പേര് കൊടുക്കുന്നത് മാത്രം. എന്നിട്ട് ഇവർ എന്താണ് ചെയ്യുന്നത്, ഈ യുവാക്കളെല്ലാം കൂടി അങ്ങ് ഇരച്ചു കയറി വന്നിട്ട് കടകളൊക്കെ കയറി കൊള്ളയടിക്കുകയാണ്. ഇപ്പം നിലവിലുള്ള ഒരു മോഡേൺ സ്റ്റൈലാണിത്. അതായത് യുവാക്കളിൽ ഇപ്പം ഈ ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ജെൻസികളുടെ ഇടയിൽ പൊതുവിലുള്ള ഒരു സ്വഭാവമായിട്ടാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാർ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. ഈ ലഡാക്കിന്റെ ജിയോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കണം. അപ്പം ഒരു സൈഡിൽ ഇപ്പം ലഡാക്ക് ഇവിടെ ഇരിക്കുന്നു, അതിന്റെ വലത്തെ സൈഡിൽ നമുക്ക് മാപ്പിൽ നമ്മൾ കാണുന്നത് പ്രകാരം തന്നെ നമുക്ക് പോവാം. അപ്പം ലഡാക്ക് ഇവിടെ ഉണ്ട്, യാരോമാർക്ക് കാണിക്കുന്ന സ്ഥലത്ത് ലഡാക്ക് ഉണ്ട്. ലഡാക്കിന്റെ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ അക്സായ് ചിൻ ആണ്. അക്സായ് ചിൻ ഇപ്പം നിലവിൽ കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ്. ഇപ്പുറത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലഡാക്കിന്റെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണ്. അതായത് നമുക്ക് അവകാശപ്പെട്ട കശ്മീർ മേഖല തന്നെയാണ്, പക്ഷേ നിലവിൽ പാകിസ്ഥാന്റെ കൺട്രോളിലാണ്. അപ്പോൾ ഒരു സൈഡിൽ ചൈന, മറ്റൊരു സൈഡിൽ പാകിസ്ഥാൻ. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് ഇവിടെ തുടങ്ങുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു കാരണം എന്തായിരിക്കും എന്നുള്ളത് പെട്ടെന്ന് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് പെട്ടെന്ന് ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ശക്തികൾ എന്നൊക്കെ ആയിരിക്കും ആദ്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ചൈനയുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടിബറ്റിന്റെ ഉള്ളിൽ നിന്നും ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. അതായത് ടിബറ്റിൽ നിന്നും ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ ചൈന ഇന്ത്യക്കുള്ളിലുള്ള സുപ്രധാനപ്പെട്ട ലീഡേഴ്സിനെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട്, ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ടിബറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിലാണ് ടിബറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ടിബറ്റിനുള്ള പ്രശ്നം വേറെ ഒന്നുമല്ല, ചൈനയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ നിലവിൽ കൊണ്ടുപോകുന്ന ഒരു സ്മൂത്ത് റിലേഷൻഷിപ്പ്, ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചർച്ച നടത്തി തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒത്തുതീർപ്പാക്കി മുന്നോട്ട് വന്ന കാര്യത്തിൽ ടിബറ്റിന് വിയോജിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടിബറ്റിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത്. നിലവിൽ ചൈന ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഒരു ലഡാക്ക് ഭാഗത്ത് ഇത്രമാത്രം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് ഈ സമരം ചെയ്ത വ്യക്തിയില്ലേ, അയാളിലേക്ക് പോവാം. അയാളാണ് ഇപ്പോൾ ഞാൻ ഈ പ്രൊട്ടസ്റ്റ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സോനം വാങ്സുക്. ഈ സോനം വാങ്സുക് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സമരം. കഴിഞ്ഞ 30 ദിവസമായിട്ട് പുള്ളിക്കാരൻ സമരത്തിലാണ്. ഇയാളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്.
അപ്പോൾ ഈ സോഷ്യൽ ആക്ടിവിസ്റ്റിന് ഇപ്പോൾ ഈ സമരം ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും പുള്ളി മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 370 റീസ്റ്റോർ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സ്പെഷ്യൽ സ്റ്റേറ്റസ് ഞങ്ങൾക്ക് തിരികെ തന്നുകൊണ്ട് ലഡാക്കിനെ ഒരു സംസ്ഥാനമായിട്ട് അംഗീകരിക്കണം. ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഫോട്ടോയിൽ ഇരിക്കുന്നത് ഇതേ സോനം തന്നെയാണ്. ഈ സോനം എന്ന് പറഞ്ഞ ഈ വ്യക്തിയാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഈ വ്യക്തി പോയിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് ബ്രീത്ത് കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഫെബ്രുവരി 6 ഇസ്ലാമാബാദിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ കക്ഷി. ഇയാൾ ഇസ്ലാമാബാദിൽ പോയിട്ട് ആ ബ്രീത്ത് കോൺഫറൻസിൽ പങ്കെടുക്കുകയും അതിനുശേഷം മടങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻസിഡന്റ്. ഓക്കെ, ഇൻസിഡന്റ് 1 നിങ്ങൾ മനസ്സിലിട്ടോ. ഈ സോനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണമല്ലോ. ഇതാണ് ഇൻസിഡന്റ് നമ്പർ 1. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ്, അതായത് പുള്ളിക്കാരൻ ഈ സമരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് യൂനസിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ ചീഫ് അഡ്വൈസർ ആയിട്ടുള്ള യൂനസിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. യൂനസും പുള്ളിക്കാരനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇത് വളരെ റീസെന്റ് ആയിട്ട് സംഭവിച്ചതാണ്. അപ്പം ഇതും തമ്മിൽ ഈ പാകിസ്ഥാന്റെ ബ്രീത്ത് കോൺഫറൻസും ഈ യൂനസിനെ കണ്ട് സംസാരിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടിരിക്കുകയാണ്. ഇപ്പം ലഡാക്ക് എന്ന് പറഞ്ഞത് ഇന്ത്യക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്. ഇന്ത്യക്കുള്ളിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയാണ്. അത് സ്റ്റേറ്റ് ഹുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആയിക്കോട്ടെ, രണ്ടും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഈ പ്രൊട്ടസ്റ്റ് നടത്തണം എന്ന് തീരുമാനിച്ച ആള് സമാധാനപരമായിട്ട് വേണം ഈ പ്രൊട്ടസ്റ്റ് നടത്താൻ. അല്ലാതെ ഇങ്ങനെ ആക്രോശപരമായിട്ട്, ഇങ്ങനെ അറഗന്റ് ആയിട്ടുള്ള രീതിയിലല്ല പ്രതിഷേധം നടത്തേണ്ടത്. ഈ പ്രൊട്ടസ്റ്റ് ഈ രീതിയിൽ കൊഴുപ്പിക്കാൻ കാരണമായത് പുള്ളി ഡൽഹി ചലോ മാർച്ച് നടത്തുന്നുണ്ട്. ഡൽഹി ചലോ മാർച്ച് എന്ന് പറഞ്ഞാൽ ഇയാൾ കുറേ നാൾ കൊണ്ട് തന്നെ ലഡാക്കിൽ സമരം ചെയ്തിട്ട് സമരം ഫലിക്കാത്തത് കൊണ്ട് തന്നെ നേരെ ഡൽഹിക്ക് വെച്ച് പിടിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഡൽഹിക്ക് വരികയാണ്. അതും നടന്നു വരികയാണ്, കാൽനട യാത്ര. അപ്പം അങ്ങനെ ഇതിന് സപ്പോർട്ട് ചെയ്തത് കോൺഗ്രസ് ആണ്. അതും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് നമ്മളുടെ ഇന്ത്യ മുന്നണി. പുള്ളിയുടെ യാത്ര ലഡാക്കിൽ നിന്നും ഡൽഹിയിൽ എത്തുന്ന സമയത്ത് ഡൽഹിയിൽ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിൽ നിന്നും ഇയാൾ ജയിൽ മോചിതനായിട്ട് ലഡാക്കിലേക്ക് എത്തുന്നത്. വലിയ സ്വീകരണമാണ് പുള്ളിക്ക് കിട്ടിയത്. അപ്പോൾ ഈ കിട്ടിയതുപോലെ തോന്നിപ്പിക്കുകയും, പക്ഷേ ഈ സ്വീകരണം ഒരുക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ് പുള്ളിക്ക് ഈ രീതിയിലുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു സ്വീകരണം കൊടുത്തത്. കാരണം നിലവിൽ ലഡാക്കിന്റെ ഗവൺമെന്റ് യൂണിയൻ ടെറിട്ടറി ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് അഥവാ BJP സർക്കാരിനോടുള്ള ഒരു വിയോജിപ്പാണ് ഇതിന് കാരണം. പക്ഷേ എന്താണ് കാരണം? ഇത് കോൺഗ്രസ് പാർട്ടി, ഇന്ത്യ മുന്നണി, BJPയുടെ ഓപ്പോസിറ്റ് പാർട്ടികളാണ് ഇതിനെ ഫണ്ട് ചെയ്തത് എന്നാണ് പൊതുവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ, ഈ ഫണ്ടിന്റെ വിഷയത്തിലേക്ക് കൂടുതൽ ഇനി അന്വേഷണങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഉള്ളിൽ പോയിട്ട് ബ്രീത്ത് കോൺഫറൻസിൽ പങ്കെടുത്തത് മൂലം കിട്ടിയ ഫണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ യൂനസ് ത്രൂ ഏതെങ്കിലും തേർഡ് പാർട്ടി വഴി കിട്ടിയ ഫണ്ടും ആവാം. ഇത് 3 സോഴ്സുകളുണ്ട്. ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട വിഷയമാണ്. ഇനി ഇതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ ലീഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്കിന്റെ ഉള്ളിലുള്ള റെപ്രസെന്റേറ്റീവ് ആണ്. അതായത് ലഡാക്കിന്റെ ഭാഗത്തുള്ള കോൺഗ്രസ് പാർട്ടി ലീഡർ പുൻസോങ് സ്റ്റാൻസിംഗ് എന്നാണ് അയാളുടെ പേര്. ഈ ഇമേജിൽ കാണുന്ന ഈ വ്യക്തിയാണ് ശരിക്കും ഇയാൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നതും ഈ പ്രൊട്ടസ്റ്റുകൾ മൊത്തം ഇങ്ങനെ വിളിച്ചു കൂട്ടിയതും. അത് യുവാക്കളെ മൊത്തം വിളിച്ചു കൂട്ടി ഈ ഒരു പ്രൊട്ടസ്റ്റിന് തുടക്കം കുറിച്ചതും ഇത് അറഗന്റ് ആയിട്ടുള്ള രീതിയിൽ നടത്തണമെന്ന് തീരുമാനിച്ചതും. അതായത് ഒരു ജെൻസി പ്രൊട്ടസ്റ്റ് നേപ്പാളിൽ എന്താണോ നടന്നത് അതേപോലെ ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്യണമെന്നുള്ള ആഹ്വാനം നടത്തി ഈ ഒരു പ്രൊട്ടസ്റ്റ് ഈ രീതിയിൽ കൊഴിപ്പിക്കാൻ തീരുമാനിച്ച വ്യക്തികളിൽ പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേരാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരു 5000 യുവാക്കളെ വിളിച്ചു കൂട്ടി ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇന്നലെ അവിടെ നടത്തിയത്. ഓൾറെഡി തന്നെ ഇന്ത്യക്കുള്ളിൽ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടാക്കാൻ ഏതെങ്കിലും അവസരം കിട്ടുമോ എന്ന് പലരും നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അവർ ഓപ്പോസിറ്റ് പാർട്ടിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം വീണ് കിട്ടി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പാർട്ടികൾ അത് യൂസ് ചെയ്യും. അത് ആക്ച്വലി എവിടെയും നടക്കുന്ന സംഗതികൾ തന്നെയാണ്. അല്ലാതെ ഇത് ബോർഡർ ലൈനിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്, അല്ലാതെ നമ്മളിത് ചൈനയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നതാണ്, നമ്മൾ അവിടെ പോയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിക്കൂടാ എന്നൊന്നും അത്ര ദേശീയതയുള്ള ഓപ്പോസിറ്റ് പാർട്ടി ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ രീതിയിലല്ല പ്രൊട്ടസ്റ്റ് നടക്കേണ്ടത്. വളരെ സമാധാനപരമായിട്ട് ഈ പ്രൊട്ടസ്റ്റ് നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ അവർക്ക് പറയാൻ ന്യായമുള്ളത് 30 ദിവസം ഇവിടെ സമരം ചെയ്തിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള വാദം അവിടെ ഉയർത്തുന്നുണ്ട്. അപ്പം ഈ ഒരു ഓപ്പോസിറ്റ് പാർട്ടികൾ ന്യായമായ രീതിയിൽ സമരം ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട ആ ഒരു സപ്പോർട്ടാണ്, ആ ഒരു മോറൽ സപ്പോർട്ടാണ് കൊടുത്തത് എന്നായിരിക്കും അവർ പറയുക. ഇതിനകത്ത് ഇപ്പോൾ ഫുൾ ആൻഡ് ഫുൾ ഈ ഇന്ത്യ മുന്നണി അഥവാ ഓപ്പോസിറ്റ് പാർട്ടികളുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് മാത്രമാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു വെച്ച പാകിസ്ഥാനും അതേപോലെ ബംഗ്ലാദേശിന്റെയൊക്കെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് തോന്നിയത് ഇന്റലിജൻസ് വീഴ്ചയാണ്. നമ്മൾ പഹൽഗാമിലും നടന്നത് ഇന്റലിജൻസ് വീഴ്ചയാണ്. അതിനുശേഷം സെൻട്രൽ ഗവൺമെന്റ് വന്നിട്ട് ഇത് ഇന്റലിജൻസ് വീഴ്ചയായിരുന്നു എന്നുള്ള രീതിയിലുള്ള അക്സെപ്റ്റൻസ് ഒക്കെ നടത്തി. അംഗീകരിച്ചത് കൊണ്ട് മാത്രം കൊല്ലപ്പെട്ട 26 പേരുടെ ജീവൻ തിരിച്ചു കിട്ടുമോ? കിട്ടത്തില്ല. അപ്പൊ ഇന്റലിജൻസ് വീഴ്ച തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. 30 ദിവസം ഒരുത്തൻ ഇരുന്ന് സമരം ചെയ്യുന്നുണ്ട്, അവൻ പാകിസ്ഥാൻ സന്ദർശിക്കുന്നുണ്ട്, അവൻ അതേപോലെ ബംഗ്ലാദേശിന്റെ ലീഡറുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. എന്നിട്ടും ഇന്റലിജൻസിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഇനി എന്ത് തരത്തിലുള്ള ഇന്റലിജൻസ് ആണ് ശരിക്കും ഈ ബോർഡർ സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുന്നത്? ഇതൊരു ബോർഡർ സ്റ്റേറ്റ് അല്ലേ?
ഒരു ബോർഡർ സ്റ്റേറ്റിലാണ് ഈ രീതിയിലുള്ള ഇന്റലിജൻസ് വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര പ്രാവശ്യം ഈ ഇന്റലിജൻസ് വീഴ്ച ഇങ്ങനെ സംഭവിക്കണം? ഇപ്പൊ പുള്ളിക്കാരൻ സോനം വാങ്ചക് പറയുന്നത്, ഞാൻ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം നടത്താനാണ് ആഹ്വാനം ചെയ്തിരുന്നത്, ഞാൻ ഈ പ്രതിഷേധം ഞാൻ പിൻവലിക്കാൻ പോവുകയാണ്, ഞാൻ നിർത്താൻ പോവുകയാണ്, കാരണം ഈ പ്രൊട്ടസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ അല്ല പോകുന്നത്, മറ്റുള്ള പലരുടെയും ഇൻവോൾവ്മെന്റ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് എവിടെയെങ്കിലും ഒരു സംഭവം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് കാത്തു കെട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ഒരു സന്ദർഭം കിട്ടുമ്പോഴത്തേക്കും അതിലേക്ക് ചാടി വീണ് അതിനെ കൊഴുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെ ശ്രമിക്കുന്ന പല ആൾക്കാർ ഇപ്പൊ ഇതിനകത്ത് ഉണ്ടെന്നാണ് ഈ സോനം വാങ്ചക് പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ പുള്ളിക്കാരന് പിടികിട്ടി, പുള്ളിക്കാരൻ ഇപ്പൊ ചെയ്തത് ശരിയല്ല, കുറച്ച് അബദ്ധമായി പോയി, പല ആൾക്കാരും എന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇപ്പം സോനം വാങ്ചുക്കിന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സോനം വാങ്ചുക് ഇപ്പോൾ പറയുകയാണ്, ഞാൻ ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ പോവാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഇതാണ്. അപ്പൊ അത് ഞാൻ നിങ്ങളുടെ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനകത്ത് പൊളിറ്റിക്സ് ഒന്നും നിങ്ങൾ മിക്സ് ചെയ്യേണ്ട. സത്യസന്ധമായിട്ട് നടന്ന കാര്യങ്ങളും ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടന്ന ആ ഒരു വിഷയങ്ങളും ആ വ്യക്തിക്ക് ഓപ്പോസിറ്റ് പാർട്ടി കൊടുത്ത സപ്പോർട്ടും ഭരണകക്ഷിയോടുള്ള ആ ഒരു വിരോധവും പിന്നെ അയാളുടെ പേഴ്സണലായിട്ട് അയാൾ പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടൊക്കെ വെച്ചിരിക്കുന്ന കണക്ഷൻസ് എല്ലാം കൂടി ബന്ധിപ്പിച്ചിട്ട് കൃത്യമായിട്ടുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ഫർദർ ഡെവലപ്മെന്റ്സ് എന്താണോ അതനുസരിച്ചുള്ള അപ്ഡേഷൻ ഞാൻ ഈ വിഷയത്തിൽ തരുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും മെമ്പർ അല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നൂല് പിടിച്ച് പറയുന്നതല്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.